വെയിറ്റിംഗ് അഥവാ കാത്തിരിപ്പ് ആരും ഇഷ്ടപ്പെടുന്നില്ല. കാര്യങ്ങളെല്ലാം ഭംഗിയായും നന്നായും പ്രതീക്ഷിക്കുന്ന സമയത്തും നടക്കുവാനായി എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ കാത്തിരിപ്പ് എന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ബൈബിൾ തത്വമാണ്. വെയിറ്റിംഗ് മീൻസ് ട്രസ്റ്റിംഗ് വിത്ത് എക്സ്പെക്ടേഷൻ, ബിലീവിംഗ് ദാറ്റ് ഗോഡ് ഈസ് വർക്കിംഗ് ഈവൻ വെൻ വി കനോട്ട് സീ മൂമെന്റ്. കാത്തിരിപ്പ് എന്നാൽ പ്രതീക്ഷയോടെ വിശ്വസിക്കുക, ചലനം കാണാൻ കഴിയാത്തപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുക എന്നാണ്. തിരുവചനം പറയുന്നു, 27-ാം സങ്കീർത്തനം 14-ാം വാക്യം, വെയിറ്റ് ഓൺ ദി ലോർഡ്, കർത്താവിനായി കാത്തിരിക്കുക. ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ കർത്താവിനായി കാത്തിരിക്കുക. പലപ്പോഴും നാം ഉത്തരങ്ങൾ ലഭിക്കാനായി കാത്തിരിക്കുന്നു, മുന്നേറ്റങ്ങൾ ഉണ്ടാകുവാനായി കാത്തിരിക്കുന്നു, വിടുതലുകളും അനുഗ്രഹങ്ങളും നടക്കുവാനായി കാത്തിരിക്കുന്നു. അന്നേരങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നതായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ രൂപാന്തരമുണ്ടാകുവാനും ക്ഷമയും വിനയവും സഹിഷ്ണുതയും ആഴമായ വിശ്വാസവും വികസിപ്പിക്കുവാനും അത്രേ. അബ്രഹാമിനും യോസഫിനും ദാവീദിനുമൊക്കെ കാത്തിരിക്കേണ്ടി വന്നു. പിതാവിൻ്റെ നിശ്ചിത സമയത്തിനായി യേശു കർത്താവ് പോലും കാത്തിരുന്നു. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ ഗുണത്തിനായിട്ടാണ്. നാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ 1, നമ്മുടെ സ്വഭാവം വളരുന്നു. 2, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നു. 3, നമ്മുടെ ആശ്രയത്വം ഫലങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് മാറുന്നു. 4, വിശ്വാസം പക്വത പ്രാപിക്കുന്നു. വെയിറ്റിംഗ് ബിക്കംസ് ഈസിയർ വെൻ വി ട്രസ്റ്റ് ദി ലോർഡ് ഫുള്ളി. നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ കാത്തിരിപ്പ് എളുപ്പമാകും. അതുകൊണ്ട് നാം നമ്മുടെ ഓരോ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പിൽ സമർപ്പിക്കുക കൂടി വേണം. കർത്താവ് കാര്യങ്ങൾ നടത്തുമ്പോൾ അത് എത്രയും ഭംഗിയായും നന്നായും നിശ്ചിത സമയത്തും നടത്തുന്നു. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാർവിടത്തിൽ എല്ലാം മറന്ന് സുരക്ഷിതമായി ചാരിക്കിടക്കുന്നത് പോലെ ആകുലതയില്ലാതെ കർത്താവ് എനിക്ക് വേണ്ടി അവിടുത്തെ സമയത്ത് സകലവും നിവർത്തിച്ചു തരും എന്ന് വിശ്വസിച്ചും കൊണ്ട് നമുക്കും കർത്താവിൽ ആശ്രയിക്കാം. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഉത്കണ്ഠയില്ലാതെ കാത്തിരിക്കാനും അടയാളങ്ങൾ ആവശ്യപ്പെടാതെ വിശ്വസിക്കാനും അങ്ങയുടെ തികഞ്ഞ സമയത്ത് വിശ്രമിക്കാനും എന്നെ പഠിപ്പിക്കണമേ. ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.